കോഴിക്കോട് നെല്ലിയാടി പുഴയിൽ കളത്തിൻകടവ് ഈ പ്രദേശത്താണ് ഇന്നലെ രാത്രി 1:30 നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത്. മത്സ്യത്തൊഴിലാളികൾ രാത്രി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഉടൻ തന്നെ മറ്റ് നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാർ പോലീസിനെയൊക്കെ വിവരമറിയിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ഏതായാലും പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം. അതായത് നവജാത ശിശുവാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണമൊക്കെ എവിടെ നിന്നാണ്, ആരാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാലും ഇന്നലെ ഈ മൃതദേഹം കണ്ടെടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു കണ്ടിരുന്നത്? ഏത് നിലയിലായിരുന്നു കുഞ്ഞ്? രാത്രി 1 മണിയോട് കൂടിയായിരുന്നു. ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിലയായിരുന്നു. പൊന്തി കൈ അരഭാഗം മാത്രം കാണുന്നുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞങ്ങൾ നോക്കി, ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിച്ച്, പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ച് അങ്ങനെ ബോഡി കൊണ്ടുപോയി. തൊഴിലാളികളാണോ ഇത്? ഞങ്ങൾ ആപ്പന്റെ മോൻ തന്നെയാണ് ഒന്ന് മീൻ പിടിക്കാൻ വന്നത്. അപ്പോൾ അവൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞങ്ങൾ വന്ന് നോക്കി. ആ സമയത്താണ് പോലീസിനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ ബോഡിന്റെ കൂടെ അങ്ങനെ പൊന്തിട്ടുണ്ട് എന്നുള്ള. പൊക്കിൾക്കൊടി കയത്ത് കൂടെ അങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ തന്നെയാണ്. അരഭാഗത്തോട് വന്ന് ഈ കയത്ത് കൂടെ ചുറ്റിയ നിലയിലായിരുന്നു. ഇവിടെ നിന്നായിരിക്കും വന്നത് എന്തെങ്കിലും സൂചന അറിയില്ല. ഈ ചെറുങ്ങനെ 2 പാലം, ഇവിടെ ഇപ്പുറവും പാലമുണ്ട്, നെല്ലിയാടി പാലമുണ്ട്, മുത്താമ്പി ഉണ്ട്, പിന്നെ നടേരി 2 എവിടെ എന്തോന്നും അറിയില്ല. ഒഴുകി വന്നതായിരിക്കും. ഒഴുകി വന്ന് ഈ പുല്ലിനോട്, പുഴയിലേക്കുള്ള പുല്ലിനോട് തട്ടി നിൽക്കുക. തുണി ഇതുപോലെ കുടുങ്ങി നിൽക്കുക, തട്ടി നിൽക്കുക. ഞങ്ങൾ വന്ന് അവിടെ കൊളുത്തി അവിടെ തുണി അവിടെ പിടിച്ച് കെട്ടിയിട്ടതാണ്. എന്നിട്ട് പോലീസ് വന്നപ്പോൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോലീസ് വന്നപ്പോൾ ഫയർഫോഴ്സ് അവരും കൂടിയാണ് എടുത്ത്. അധികം പഴക്കമില്ല, ചെറിയൊരു സ്മെല്ലുണ്ട്, നല്ലത് അധികം വലിയ പഴക്കമൊന്നുമില്ല. പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത് ആശുപത്രിയിൽ പ്രസവം നടന്ന ഒരു സംഭവമായിരിക്കില്ല എന്നുള്ളതാണ്. മറ്റെവിടെയെങ്കിലും പ്രസവം നടന്നതിന് ശേഷം, അതുകൊണ്ടാണ് പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാത്ത സ്ഥിതിയാണെന്ന് പറയുമ്പോൾ ആ രീതിയിൽ ആശുപത്രിയിൽ വെച്ചാണ് പ്രസവം നടന്നതെങ്കിൽ അത്തരം ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യും. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആശുപത്രിയെ കേന്ദ്രീകരിച്ചല്ലാതെ ആണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതേസമയം തന്നെ ആശുപത്രിയിൽ ആരെങ്കിലും ഗർഭവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ഡോക്ടറെ കാണുകയോ ചെയ്തിട്ടുണ്ടോ, അത്തരം പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏതായാലും ഊർജിതമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞിന്റെ മൃതദേഹമുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ കുഞ്ഞിനെ കൊലപാതകം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ഈ സംഭവം ഉണ്ടായതിന്റെ ഞെട്ടലിലാണ് ഈ പ്രദേശത്തുകാരുള്ളത്.